ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 4ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഈ കോഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഐഡിയ കിട്ടുമെന്നാണ് എൻ്റെ ധാരണ. വ്യക്തമായ ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കോഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് ഉപയോഗിച്ചിട്ടുള്ള കോഡാണ്. അപ്പോൾ ഡിഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക. ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. ചെയ്ത കാര്യങ്ങൾ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗൃഹപാഠം ചെയ്തു. ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു എന്നെങ്ങനെ പറയാ? ഷീ ഡിഡ് ദ കുക്കിംഗ്. അവൾ പാചകം ചെയ്തു. ഷീ ഡിഡ് ദ കുക്കിംഗ്. അവൾ പാചകം ചെയ്തു. കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവൻ്റെ ജോലി നന്നായി ചെയ്തു എന്നെങ്ങനെ പറയാ? ഹി ഡിഡ് ഹിസ് ജോബ് വെൽ. അവൻ്റെ ജോലി നന്നായി ചെയ്തു. ഹി ഡിഡ് ഹിസ് ജോബ് വെൽ. അവൻ്റെ ജോലി നന്നായി ചെയ്തു. അവൻ്റെ ഹിസ് വെൽ നന്നായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും നല്ല ശ്രമം നടത്തി എന്നെങ്ങനെ പറയാം? വി ഡിഡ് അവർ ബെസ്റ്റ്. ഞങ്ങളുടെ ഏറ്റവും നല്ല ശ്രമം നടത്തി. വി ഡിഡ് അവർ ബെസ്റ്റ്. ഞങ്ങളുടെ ഏറ്റവും നല്ല ശ്രമം നടത്തി. വി പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കേട്ടോ. വൃത്തിയാക്കി എന്നെങ്ങനെ പറയാ? ദേ ഡിഡ് ദ ക്ലീനിങ്. അവർ വൃത്തിയാക്കി. ദേ ഡിഡ് ദ ക്ലീനിങ്. വൃത്തിയാക്കി. അവർ വൃത്തിയാക്കി. എന്നെങ്ങനെ പറയാ? ദേ ഡിഡ് ദ ക്ലീനിങ്. അവർ വൃത്തിയാക്കി. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദേ ഡിഡ് ദ ക്ലീനിങ്. അവർ വൃത്തിയാക്കി. ദേ പറഞ്ഞാൽ അവർ. നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നീ നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നീ നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്കുള്ള കഴിക്കുന്നതിന് ലഞ്ച്, രാത്രിയാണെങ്കിൽ ഡിന്നർ. ഇങ്ങനെ വരിക കേട്ടോ. വിളിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് ഷീ കാൾ യു. അവൾ നിന്നെ വിളിച്ചോ? ഡിഡ് ഷീ കാൾ യു. അവൾ നിന്നെ വിളിച്ചോ? ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ഡിഡ് മുന്നിൽ വെക്കുക കേട്ടോ. അവൻ നിന്നെ വിളിച്ചോ? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡിഡ് ഫസ്റ്റ് ഉപയോഗിക്കുക കേട്ടോ. ഡിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. അവൻ ഇന്നലെ വന്നോ? ഡിഡ് ഹി കം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നോ? യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നുള്ള അർത്ഥം. കം പറഞ്ഞാൽ വരിക. ഡിഡ് ഹി കം യെസ്റ്റർഡേ. അവൻ ഇന്നലെ വന്നോ? പൂർത്തിയാക്കിയോ എന്നെങ്ങനെ പറയാ? ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്. പൂർത്തിയാക്കിയോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്. അവർ ജോലി പൂർത്തിയാക്കിയോ? ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്. അവർ ജോലി പൂർത്തിയാക്കിയോ? ജയിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് വി വിൻ ദ മാച്ച്. അവർ മത്സരം ജയിച്ചോ? വിൻ പറഞ്ഞാൽ ജയിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിഡ് വി വിൻ ദ മാച്ച്. അവർ മത്സരം ജയിച്ചോ? ഉറങ്ങിയില്ല എന്നെങ്ങനെ പറയാ? ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെൽ. ഞാൻ നന്നായി ഉറങ്ങിയില്ല. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെൽ. ഞാൻ നന്നായി ഉറങ്ങിയില്ല. ഡിഡിനൊപ്പം നോട്ട് ചേർത്തപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വന്നു കേട്ടോ. ഉറങ്ങിയില്ല. ില്ല എന്നിങ്ങനെ പറയാ? ഷീ ഡിഡ് നോട്ട് എഗ്രി. അവൾ സമ്മതിച്ചില്ല. എഗ്രി പറഞ്ഞാൽ സമ്മതം, നോട്ട് എഗ്രി പറഞ്ഞാൽ സമ്മതിച്ചില്ല എന്നുള്ള അർത്ഥം വരിക കേട്ടോ. ഷീ ഡിഡ് നോട്ട് എഗ്രി. അവൾ സമ്മതിച്ചില്ല. പറഞ്ഞില്ല എന്നിങ്ങനെ പറയാ? ഹീ ഡിഡ് നോട്ട് ആൻസർ. അവൻ മറുപടി പറഞ്ഞില്ല. ഹീ ഡിഡ് നോട്ട് ആൻസർ. അവൻ മറുപടി പറഞ്ഞില്ല. പുറത്തു പോയില്ല എന്നിങ്ങനെ പറയാ? വി ഡിഡ് നോട്ട് ഗോ ഔട്ട്. ഞങ്ങൾ പുറത്തു പോയില്ല. ഗോ ഔട്ട് പറഞ്ഞാൽ പുറത്ത് പോകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വി ഡിഡ് നോട്ട് ഗോ ഔട്ട്. ഞങ്ങൾ പുറത്ത് പോയില്ല. പരാതിപ്പെട്ടില്ല എന്നിങ്ങനെ പറയാ? ദേ ഡിഡ് നോട്ട് കംപ്ലൈൻ. അവർ പരാതിപ്പെട്ടില്ല. ദേ ഡിഡ് നോട്ട് കംപ്ലൈൻ. അവർ പരാതി. കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ പരാതി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു സീ ദ മൂവി. നീ സിനിമ കണ്ടോ?
ഡിഡ് യു സീ ദ മൂവി? നീ സിനിമ കണ്ടോ? വാങ്ങിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് ഷീ ബൈ എ ഡ്രസ്സ്? അവളൊരു ഡ്രസ്സ് വാങ്ങിയോ? ഡിഡ് ഷീ ബൈ എ ഡ്രസ്? അവളൊരു ഡ്രസ്സ് വാങ്ങിയോ? കത്തെഴുതിയോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് ഹി റൈറ്റ് ദ ലെറ്റർ? അവൻ കത്തെഴുതിയോ? ഡിഡ് ഹി റൈറ്റ് ദ ലെറ്റർ? അവൻ കത്തെഴുതിയോ? റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. WRIT, അതിൽ ഡബ്ല്യുവിന് സൈലൻ്റ് ആണ്, അതുകൊണ്ടാണ് റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിന്നെ സഹായിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് ദേ ഹെൽപ്പ് യു? അവർ നിന്നെ സഹായിച്ചോ? ഡിഡ് ദേ ഹെൽപ്പ് യു? അവർ നിന്നെ സഹായിച്ചോ? ഞാനൊരു തെറ്റ് ചെയ്തോ? ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? ഞാനൊരു തെറ്റ് ചെയ്തോ? മിസ്റ്റേക്ക് പറഞ്ഞാൽ തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? ഞാനൊരു തെറ്റ് ചെയ്തോ? സ്വയം ചെയ്തു എന്നെങ്ങനെ പറയാം? ഐ ഡിഡ് എവറിത്തിങ് മൈസെൽഫ്? ഞാനെല്ലാം സ്വയം ചെയ്തു. മൈസെൽഫ് പറഞ്ഞാൽ സ്വയം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ഡിഡ് എവറിത്തിങ് മൈസെൽഫ്? ഞാനെല്ലാം സ്വയം ചെയ്തു. എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കടമ നിർവഹിച്ചു എന്നെങ്ങനെ പറയാം? ഷീ ഡിഡ് ഹെർ ഡ്യൂട്ടി? അവൾ അവളുടെ കടമ ചെയ്തു. ഷീ ഡിഡ് ഹെർ ഡ്യൂട്ടി? അവൾ അവളുടെ കടമ ചെയ്തു. മികച്ച ജോലി ചെയ്തു എന്നെങ്ങനെ പറയാം? ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്? അവൻ ഒരു മികച്ച ജോലി ചെയ്തു. ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്? അവനൊരു മികച്ച ജോലി ചെയ്തു. മികച്ച പദ്ധതി ചെയ്തു എന്നെങ്ങനെ പറയാം? വി ഡിഡ് പ്രോജക്റ്റ് ടുഗദർ? ടുഗദർ പറഞ്ഞാൽ ഒരുമിച്ച്. പ്രോജക്റ്റ് ടുഗദർ? ഞങ്ങൾ ഒരുമിച്ച് പദ്ധതി ചെയ്തു. പ്രോജക്റ്റ് പറഞ്ഞാൽ പദ്ധതിയാണ് കേട്ടോ. ടുഗദർ പറഞ്ഞാൽ ഒരുമിച്ച്. വി ഡിഡ് ദ പ്രോജക്റ്റ് ടുഗദർ? ഞങ്ങൾ ഒരുമിച്ച് പദ്ധതി ചെയ്തു. ഇങ്ങനെ പറയാം, ദേ ഡിഡ് ദ എക്സസൈസ്? അവർ വ്യായാമം ചെയ്തു. ദേ ഡിഡ് ദ എക്സസൈസ്? അവർ വ്യായാമം ചെയ്തു. എക്സസൈസ് പറഞ്ഞാൽ വ്യായാമം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വൈ ഡിഡ് യു ലാഫ്? നീ എന്തുകൊണ്ട് ചിരിച്ചു? വൈ ഡിഡ് യു ലാഫ്? നീ എന്തുകൊണ്ട് ചിരിച്ചു? എങ്ങനെ ചോദിക്കുക? വൈ ഡിഡ് യു ക്രൈ? നീ എന്തുകൊണ്ട് കരഞ്ഞു? വൈ ഡിഡ് യു ക്രൈ? നീ എന്തുകൊണ്ട് കരഞ്ഞു? പോയി എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് ഷീ ഗോ? അവൾ എവിടെ പോയി? വേർ ഡിഡ് ഷീ ഗോ? അവൾ എവിടെ പോയി? ഇവിടെ പോയി എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് ഷീ ഗോ? അവൾ എവിടെ പോയി? അവൻ എവിടെ പോയി എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് ഹി ഗോ? അവൻ എവിടെ പോയി? അവർ എവിടെ പോയി എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് ദേ ഗോ? അവർ എവിടെ പോയി? എത്തി എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡിഡ് ഹി അറൈവ്? അവൻ എപ്പോൾ എത്തി? വെൻ ഡിഡ് ഹി അറൈവ്? അവൻ എപ്പോൾ എത്തി? അറൈവ് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ്. വെൻ പറഞ്ഞാൽ എപ്പോൾ. ഇതെങ്ങനെ ചോദിക്കുക? വാട്ട് ഡിഡ് ദേ സേ? അവർ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് ദേ സേ? അവർ എന്താണ് പറഞ്ഞത്? സേ എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ളതാണ് കേട്ടോ. അറിയാമെന്ന് ചോദിക്കാൻ എങ്ങനെ ചോദിക്കുക? ഹൗ ഡിഡ് യു നോ? നിനക്ക് എങ്ങനെ അറിയാം? ഹൗ ഡിഡ് യു നോ? നിനക്ക് എങ്ങനെ അറിയാം? നോ എന്ന് പറയാൻ അറിയുക എന്നുള്ള അർത്ഥമാണ്. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ജോലി ചെയ്തു എന്നെങ്ങനെ പറയാം? ഐ ഡിഡ് മൈ ഡ്യൂട്ടി? ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഞാൻ എൻ്റെ കടമ ചെയ്തു എന്നും പറയാം കേട്ടോ. ഐ ഡിഡ് മൈ ഡ്യൂട്ടി? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. ഇല്ലാന്നിങ്ങനെ പറയാം? ഷീ ഡിഡ് നോട്ട് ഫോർഗെറ്റ്? അവൾ മറന്നില്ല. ഷീ ഡിഡ് നോട്ട് ഫോർഗെറ്റ്? അവൾ മറന്നില്ല. കൈവിട്ടില്ല എന്നിങ്ങനെ പറയാം? ഹി ഡിഡ് നോട്ട് ലോസ് ഹോപ്പ്? അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഹോപ്പ് പറഞ്ഞാൽ പ്രതീക്ഷ എന്നുള്ളതാണ് കേട്ടോ. ഹി ഡിഡ് നോട്ട് ലോസ് ഹോപ്പ്? അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. പാഴാക്കിയില്ല എന്നിങ്ങനെ പറയാം? വി ഡിഡ് നോട്ട് വേസ്റ്റ് ടൈം? ഞങ്ങൾ സമയം പാഴാക്കിയില്ല. വി ഡിഡ് നോട്ട് വേസ്റ്റ് ടൈം? ഞങ്ങൾ സമയം പാഴാക്കിയില്ല. എന്നിങ്ങനെ പറയാം? ദേ ഡിഡ് നോട്ട് മിസ് ദ ട്രെയിൻ? അവർ ട്രെയിൻ നഷ്ടപ്പെടുത്തിയില്ല. ദേ ഡിഡ് നോട്ട് മിസ് ദ ട്രെയിൻ? അവർക്ക് ട്രെയിൻ നഷ്ടമായില്ല. അങ്ങനെയും പറയും കേട്ടോ. ഇങ്ങനെ ചോദിക്കുക? ഡിഡ് യുവർ ബ്രദർ കം? നിൻ്റെ സഹോദരൻ വന്നോ? ഡിഡ് യുവർ ബ്രദർ കം? നിൻ്റെ സഹോദരൻ വന്നോ? ഇങ്ങനെ ചോദിക്കുക? ഡിഡ് ദ പാരൻസ് എഗ്രി? നിൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചോ? ഡിഡ് യുവർ പാരൻസ്?
മാതാപിതാക്കൾ സമ്മതിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യുവർ പാരൻസ് എഗ്രി? നിൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചോ? ഡിഡ് യുവർ ഫാദർ? മാതാപിതാക്കൾ സമ്മതിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യുവർ പാരൻസ് എഗ്രി? നിൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചോ? പാരൻസ് പറഞ്ഞാൽ മാതാപിതാക്കൾ, എഗ്രി പറഞ്ഞാൽ സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിഡ് യുവർ പാരൻസ് എഗ്രി? നിൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചോ? മകൻ വിശദീകരിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് ദ ടീച്ചർ എക്സ്പ്ലെയിൻ? ടീച്ചർ വിശദീകരിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് യുവർ ടീച്ചർ എക്സ്പ്ലെയിൻ? അധ്യാപകൻ വിശദീകരിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് ദ ടീച്ചർ എക്സ്പ്ലെയിൻ? അധ്യാപകൻ വിശദീകരിച്ചോ? ഡിഡ് ദ ടീച്ചർ എക്സ്പ്ലെയിൻ? അധ്യാപകൻ വിശദീകരിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഡിഡ് ദ ബേബി സ്ലീപ്പ്? കുഞ്ഞുറങ്ങിയോ? ഡിഡ് ദ ബേബി സ്ലീപ്പ്? കുഞ്ഞുറങ്ങിയോ? എത്തിയോ എന്ന് ചോദിക്കുക. ഡിഡ് ദ ബസ് അറൈവ് ഓൺ ടൈം? ബസ് സമയത്തിന് എത്തിയോ? ഡിഡ് ദ ബസ് അറൈവ് ഓൺ ടൈം? ഓൺ ടൈം പറഞ്ഞാൽ കൃത്യസമയത്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബസ് കൃത്യസമയത്ത് എത്തിയോ? വാങ്ങിയെന്നെങ്ങനെ പറയാം. ഐ ഡിഡ് മൈ ഷോപ്പിംഗ്? ഞാൻ സാധനങ്ങൾ വാങ്ങി. ഐ ഡിഡ് മൈ ഷോപ്പിംഗ്? ഞാൻ സാധനങ്ങൾ വാങ്ങി. വസ്ത്രങ്ങൾ അലക്കി എന്നെങ്ങനെ പറയാം. ഷീ ഡിഡ് ദ വാഷിംഗ്? അവൾ വസ്ത്രങ്ങൾ അലക്കി. ഷീ ഡിഡ് ദ വാഷിംഗ്? അവൾ വസ്ത്രങ്ങൾ അലക്കി. പണികൾ ചെയ്തു എന്നെങ്ങനെ പറയാം. ഹീ ഡിഡ് ദ കുറ്റപ്പണികൾ ചെയ്തു എന്നെങ്ങനെ പറയാം. ഹീ ഡിഡ് റിപ്പയേഴ്സ്? അവൻ അറ്റകുറ്റപ്പണികൾ ചെയ്തു. റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നന്നാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹീ ഡിഡ് ദ റിപ്പയേഴ്സ്? അവൻ അറ്റകുറ്റപ്പണികൾ ചെയ്തു. ഗൃഹപാഠം ചെയ്തു എന്നെങ്ങനെ പറയാം. വി ഡിഡ് ദ ഹോംവർക്ക് ടുഗദർ? ഞങ്ങൾ ഒരുമിച്ച് ഗൃഹപാഠം ചെയ്തു. വി ഡിഡ് ദ ഹോംവർക്ക് ടുഗദർ? ഞങ്ങൾ ഒരുമിച്ച് ഗൃഹപാഠം ചെയ്തു. അത്ഭുതകരമായ പ്രകടനം നടത്തി എന്നെങ്ങനെ പറയാം. ദേ ഡിഡ് എ വണ്ടർഫുൾ പെർഫോമൻസ്? അവർ അത്ഭുതകരമായ പ്രകടനം നടത്തി. ദേ ഡിഡ് എ വണ്ടർഫുൾ പെർഫോമൻസ്? അവർ അത്ഭുതകരമായ പ്രകടനം നടത്തി. പ്രകടനം നടത്തി എന്നെങ്ങനെ പറയാം. ദേ ഡിഡ് എ വണ്ടർഫുൾ പെർഫോമൻസ്? അവർ അത്ഭുതകരമായ പ്രകടനം നടത്തി. എന്തുകൊണ്ട് കരഞ്ഞു? വൈ ഡിഡ് ഷീ ക്രൈ? അവൾ എന്തുകൊണ്ട് കരഞ്ഞു? വൈ ഡിഡ് ഷീ ക്രൈ? അവൾ എന്തുകൊണ്ട് കരഞ്ഞു? ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചില്ലേ. ഹൂ ഡിഡ് ദീസ്? ഇത് ആര് ചെയ്തു? ഹൂ പറഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥമാണ്. ഹൂ ഡിഡ് ദീസ്? ദീസ് പറഞ്ഞാൽ ഇത് ആര് ചെയ്തു? പുസ്തകമാണ് തിരഞ്ഞെടുത്തതെന്ന് എങ്ങനെ ചോദിക്കുക. വിച്ച് ബുക്ക് ഡിഡ് യു ചൂസ്? നീ ഏത് പുസ്തകമാണ് തിരഞ്ഞെടുത്തത്? വിച്ച് ബുക്ക് ഡിഡ് യു ചൂസ്? നീ ഏത് പുസ്തകമാണ് തിരഞ്ഞെടുത്തത്? വിച്ച് പറഞ്ഞാൽ ഏത്, ചൂസ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നോക്കില്ലേ. ഡിഡ് എനിവൺ കാൾ മീ? എന്നെ ആരെങ്കിലും വിളിച്ചോ? ഡിഡ് എനിവൺ കാൾ മീ? എന്നെ ആരെങ്കിലും വിളിച്ചോ? കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു എന്നെങ്ങനെ പറയാം. ഐ ഡിഡ് വാട്ട് ഐ കുഡ്? എന്നെക്കൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഐ ഡിഡ് ഞാൻ ചെയ്തു. വാട്ട് ഐ കുഡ്? എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഐ ഡിഡ് വാട്ട് ഐ കുഡ്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക. അപ്പോൾ ഡു ഡിഡ്, ഇന്ന് ഡിഡാണ് പറഞ്ഞത്. ഡിഡ് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ഡു പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ചെയ്യുക എന്നുള്ളതിന് ഡു വെച്ച് ഉപയോഗിക്കുക. ചെയ്തു, കഴിഞ്ഞു പോയ കാര്യത്തിന് ഡിഡ് എപ്പോഴും പാസ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കാനും ചെയ്തു എന്ന് പറയാനുമാണ് ഡിഡ് ഉപയോഗിക്കുക കേട്ടോ. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ചോദ്യം ചോദിക്കാനും ഈ ഡിഡ് ഉപയോഗിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ഫസ്റ്റ് ചേർക്കുക. ഡിഡ് ഒരു ഹെൽപ്പിംഗ് വെർബാണ് കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഐഡിയ വെച്ചിട്ട്
എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണല്ലോ സംഭവം ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.